കൊല്ലപ്പെട്ട നമ്മുടെ കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഞാനാണ്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ എന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നല്ല മനുഷ്യസ്നേഹികളായ എല്ലാവർക്കും നമസ്തേ. ഇത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ സ്വദേശി 37-കാരനായ ശ്രീജിത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നിയമപാലകരായ പോലീസുകാർ 10 വർഷം മുമ്പ് അകാരണമായി കൊന്നുതള്ളിയ 24-കാരൻ ശ്രീജീവിന്റെ സഹോദരൻ അന്നു മുതൽ അനുജന് നീതി ലഭിക്കുന്നതിനായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് ശ്രീജിത്ത്. സെക്രട്ടേറിയറ്റിനു മുമ്പിൽ 10 വർഷം സമരം നടത്തിയിട്ടും നീതി നിഷേധിക്കപ്പെട്ടതോടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. 4 ദിവസം മുമ്പ് ആരംഭിച്ച കാൽനട സമരം തിരുവനന്തപുരം നഗരം പൂർണ്ണമായി സഞ്ചരിച്ച് പന്തളത്തെത്തിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചും രാത്രികളിൽ കടത്തിണ്ണകളിൽ ഉറങ്ങിയുമാണ് സമരവുമായി ശ്രീജിത്ത് മുന്നോട്ട് പോകുന്നത്. ഇത് ഞാൻ ഏതാണ്ട് 10 വർഷമായിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നില് സമരമായിട്ട് നിന്ന എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. അപ്പോൾ ഇതില് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനം നടന്ന ഒരു കൊലപാതകമാണ്. പോലീസുകാരും പിന്നെ ഗവൺമെന്റിന്റെ മറ്റു പലരും ചേർന്നുകൊണ്ട് വലിയൊരു അഴിമതിയിലൂടെയാണ് ഈ കൊലപാതകം നടത്തിയത്. പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് പോലീസുകാരും അവർക്ക് സഹായികളായിട്ട് ഗവൺമെന്റിന്റെ ഒരു കോടതിയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭരണവുമായി ബന്ധപ്പെട്ടുള്ള പലരും പ്രതികളായിട്ട് വരുന്ന ഒരു കൊലപാതക കേസാണ്. അപ്പോ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിൽ നടന്നു. അതിലൊരു ചെറിയൊരു അന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ട് കൊടുത്തു. 2016 അതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ 2016, 17, 18 ഇതിനകത്ത് വെച്ച് പല അന്വേഷണങ്ങളും പറഞ്ഞ് ഏറ്റവും അവസാനം ഇവരെ അട്ടിമറിച്ച് ഈ സംഭവം അങ്ങ് താത്തു കളഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ സമരമായിട്ടൊക്കെ കിടന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടന്ന സംഭവം, അതിനെ തുടർന്നുണ്ടായ ഈ അട്ടിമറിയും മറ്റു കാര്യങ്ങളും സുപ്രീം കോടതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ ഈ കേസ് അന്വേഷണം നടത്തുന്നതിനും വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കോടതി പരിശോധിക്കുന്നതിന് വേണ്ടുന്ന ഒരു നിയമസഹായം ആരെങ്കിലും ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ സമരമായിട്ട് നിന്നു. അപ്പൊ ഈ കേസ് മൊത്തം അട്ടിമറിക്കുകയും ഇതിലെ പ്രതികൾക്കെല്ലാം പ്രധാന പ്രതികൾ എന്ന് പറയുന്നത് പോലീസുകാരാണ്. അപ്പോൾ ഈ പ്രതികൾക്കെല്ലാം വലിയ രീതിയിലുള്ള പ്രൊമോഷനും മറ്റുമൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി നമ്മളിപ്പോ ഈ സമരമായിട്ട് അവിടെ സമരമായിട്ട് കിടന്ന അവിടെ ഈ രാഷ്ട്രീയ ബേസിലുള്ള വലിയ ശത്രുത പോലീസുകാരുടെ, അതുപോലെ തന്നെ പാർട്ടിക്കാരായ ആളുകളും വേറെ ആളുകളെ വിട്ട് നമ്മളെ സ്ഥിരമായി ഉപദ്രവിക്കുക, അവരിഞ്ഞ് നമ്മളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക, എന്നിട്ട് നമുക്കെതിരെ കേസെടുക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ആയത് കാരണം ആണിപ്പോ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്. ഇപ്പൊ ഈ തിരുവനന്തപുരം സിറ്റി മൊത്തം ഏതാണ്ട് കുറെ പ്രാവശ്യം കറങ്ങി പരമാവധി പബ്ലിക്കിന്റെ ഒരു ശ്രദ്ധ ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പന്തളത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. പന്തളത്ത് രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് തിരിച്ച് ഇപ്പൊ രാത്രി ഇവിടെ പന്തളത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാനാണ്. നമ്മുടെ പരമാവധി 1-2 പേരെ കാണണം. ഈ സംഭവത്തില് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തില് നീതിക്ക് വേണ്ടുന്ന സഹായങ്ങള് വേണ്ടുന്ന ഈ കേസ് സുപ്രീം കോടതിയിൽ ബോധിപ്പിക്കണം. സുപ്രീം കോടതി നടന്ന സംഭവം, അതിന്റെ കാര്യങ്ങളെല്ലാം സുപ്രീം കോടതിയെ ബോധിപ്പിച്ച് ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പരമാവധി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. പിന്നെ നമുക്കുണ്ടായ പ്രശ്നങ്ങൾക്കെതിരെ വലിയ ഗവൺമെന്റിൻ്റെതായ പല രീതിയിലുള്ള വലിയ രീതിയിലുള്ള ശത്രുത എനിക്കുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടി പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇതിന് അവസാനം എന്റെ കൂടപ്പുറപ്പാണ്, ഈ കൊല്ലപ്പെട്ടതിന്റെ കൂടപ്പുറപ്പാണ്. ഇപ്പോൾ ഈ വിഷയം ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ ഈ നടന്ന സംഭവം, ഈ വ്യക്തിയുടെ മരണവും അതിന്റെ കാര്യങ്ങൾ ഈ വ്യക്തിക്ക്
കൊല്ലപ്പെട്ട നമ്മുടെ കൂടപ്പുറപ്പാണ്. അതുകൊണ്ട് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ഞാനാണ്. അതുകൊണ്ട് നീതിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ എന്നെ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നല്ല മനുഷ്യസ്നേഹികളായ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പം അവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥര് പല അന്വേഷണം CBI അന്വേഷണം വരെ പറഞ്ഞുവെങ്കിലും ഞാൻ ഇതിന്റെ ഫ്ലെക്സ് ബോർഡിൽ കുറെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ പൊതുജനങ്ങളുടെ 2018 10,000-കണക്കിന് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് 2019 ഇത് CBI അന്വേഷണം നേരായ രീതിയിൽ അന്വേഷണവും മറ്റും നടന്നില്ല. സംസ്ഥാന പോലീസ് ഏത് രീതിയിലാണോ അട്ടിമറിക്കപ്പെട്ടത്, അപ്പൊ അതിനെ ഇവര് മൊത്തത്തിൽ എന്തോ വലിയ ഒത്തുകളി നടത്തി. അപ്പോൾ ഈ കേസിലെ പ്രതികൾക്കെല്ലാം പ്രൊമോഷൻ കൊടുത്തു. കൊറോണ വന്നു പോകുന്ന ഈ സമയത്ത് ഈ സംഭവം വലിയ 10,000-കണക്കിന് ആളുകൾ ഇടപെടുകയും വലിയ ജനശ്രദ്ധ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ സംഭവം കൊറോണ വന്നു പോകുന്ന ഗ്യാപ്പിൽ ഈ സംഭവം അങ്ങ് കാത്തുകളഞ്ഞു. ഒരു പ്രശ്നത്തെ അങ്ങ് മുക്കിക്കളയുകയോ അല്ലെങ്കിൽ അതിനെ തണുപ്പിക്കുകയോ, ഒരു ഭരണ സംബന്ധമായ ഒരു പ്രശ്നത്തെ അതിന്റെ വൈകാരികതയെ തണുപ്പിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കുകയാണ്. നീതിക്ക് വേണ്ടി സ്വന്തം പല പ്രശ്നങ്ങൾ സഹിച്ച് സ്വന്തം ജീവനും ജീവിതവും ഒക്കെ ബലി കൊടുത്തുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന് നിൽക്കുന്നത്. അപ്പോ പരമാവധി സമൂഹത്തില് ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലും അതുപോലെ സമൂഹത്തില് മനുഷ്യസ്നേഹികളായ ആളുകളുടെ ഒരു ഇടപെടൽ ഞാൻ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു. ഇതിലിപ്പോ അവസാനം ഈ സുപ്രീം കോടതി കാര്യം ബോധിപ്പിക്കുക. ഈ വ്യക്തിയുടെ കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ ഈ സംഭവം അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കോടതി പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കേസ് ഫയൽ ചെയ്യണം. അതിന് സപ്പോർട്ട് ചെയ്യണം. ആരെങ്കിലും ഇടപെടണം എന്ന് ഞാൻ അപേക്ഷിക്കുക. ഈ ഏത് കേസിലാണ് പിന്നെ ശ്രീജീവനെ ഇതൊരു വ്യക്തി വൈരാഗ്യം കൊണ്ട് ഇവർ ചെയ്യുന്നതാണ്. ഇവര് എന്തോ കേസൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്നെ തന്നെ ഇവര് അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അവിടെ സമരമായിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ ആളുകളെ വിട്ട് നമ്മളെ ഉപദ്രവിക്കുക, നമ്മളെ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക, നമ്മൾ അവരെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് കേസുണ്ടാക്കുക. അപ്പൊ ഇവർക്ക് കേസുണ്ടാക്കാനൊന്നും വലിയ താമസമില്ല. അവര് കൃത്യമായിട്ട് വ്യക്തി വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവര് എന്തോ കേസ് ഉണ്ടാക്കി അവരിങ്ങനെ കസ്റ്റഡിയിലെടുത്തതാണ്. വ്യക്തി വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പെങ്കൊച്ചുമായിട്ടുള്ള വളരെ കുട്ടിക്കാലത്ത് ഇവര് പരിചയമുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ ദൂരമുള്ള ഒരു ഒരു പ്രശ്നമാണ്. അവർക്ക് പരിചയമുള്ള പോലീസുകാര് വ്യക്തി വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരും അറിയാതെ കസ്റ്റഡിയിലെടുത്താണ് അവർ ഈ ക്രൈം ചെയ്തിരിക്കുന്നത്, ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ അമ്മയുണ്ട്. അമ്മയ്ക്ക് എന്തോ പ്രായമുണ്ട്? അമ്മയ്ക്ക് ഒരു 60 വയസ്സിനകത്തെ പ്രായമുണ്ട്. അമ്മയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളും മറ്റു പല ആൾക്കാരുമാണ്. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതില് എന്തെങ്കിലും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഇനി വീട്ടിലോട്ടും മറ്റുമൊക്കെ നമ്മൾ പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്നു. കാരണം കൊല്ലപ്പെട്ട വ്യക്തി എന്റെ സഹോദരനാണ്, ഇളയനാണ്. അപ്പോ അവനെക്കാളും അവന്റെ ജീവിതത്തെക്കാളും വലുതായിട്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തെയോ അല്ലെ മറ്റൊന്നിനെ കാണാൻ പറ്റൂല. എത്ര വയസ്സുണ്ടായിരുന്നു മരിക്കുന്ന ഇവര് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 24 വയസ്സടിക്കും. അത്ര പ്രായമുണ്ട്. 24 വയസ്സ്. വീട് എവിടെയാ? വീട് നെയ്യാറ്റിൻകര. എന്റെ വീട് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെങ്കടമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ചെങ്കൽ ഒരു വലിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പൊ ആ ചെങ്കൽ എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് അറിയാം. ചെങ്കല് ഈ വ്ളാത്താങ്കര, പൂഴിക്കുന്ന്, വെങ്കടമ്പ് എന്നൊക്കെ പറയുന്ന ആ പ്രോപ്പർ വീടിരിക്കുന്ന വെങ്കടമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഉണ്ടായ ഒരു സംഭവമാണ്. ഇപ്പോഴും എന്നെ എല്ലാവർക്കും ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ എല്ലാവരും ഞാൻ വിചാരിച്ച് എല്ലാവർക്കും എന്നെ അറിയാം. ഏത് വർഷമായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണത്തിന്റെ അവസാനം ഏതാണ്ട് 2014 ആ സമയത്ത്. ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ ഇത് മൊത്തവും പല അന്വേഷണങ്ങളും പറഞ്ഞുവെങ്കിൽ ഈ പ്രതികളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം കാരണം നേരായ ഒരു അന്വേഷണമോ നിയമപരം അതിഭീകരമായ ഇത് പബ്ലിക്കിനെയൊക്കെ രാഷ്ട്രീയ ബേസിലുള്ള ആളുകളൊക്കെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇതൊരു വാഹന അപകടമോ മറ്റെന്തെങ്കിലും ദുരന്തത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം നഷ്ടപ്പെട്ടില്ല, കരുതി കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണ്. അതിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമപരമായ നീതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2016 സെപ്റ്റംബർ മാസം 3-ാം തീയതി
ഗവർണറൊക്കെ ഓർഡർ ഇട്ടയാണ്. ഗവർണർ സ്പെഷ്യൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് ഈ വിഷയം അന്വേഷണം നടത്തണം, കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം, വേണ്ട നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം ചെയ്തതാണ്. പക്ഷെ ഇത് ഇവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം കാരണം അതെല്ലാം അട്ടിമറിച്ചു കളഞ്ഞു. അപ്പൊ ഒരു പ്രശ്നമായിട്ട് വരുന്ന നമ്മളുടെ അറിവില്ലായ്മയൊക്കെ ഇവർ ചൂഷണം ചെയ്തു, ഗവൺമെന്റിന്റെ ആളുകൾ ചൂഷണം ചെയ്തു. കോടതിയിലൊക്കെ വലിയ രീതിയിൽ ഒത്തുകളി നടത്തി. ഇപ്പൊ അതിനെതിരായിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ കേസ് മൂവ് ചെയ്യണം. അതിന് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് സമരം ചെയ്യാം. പൊതുജനങ്ങളുടെ ഈ ഒരു സംഭവം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സമരം ചെയ്യാം. അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇടയ്ക്ക് ചോദിക്കട്ടെ, ഈ ഇടയ്ക്ക് ഈ പിണറായി വിജയന്റെ ആദ്യ സർക്കാർ സമയത്തല്ലേ DYFIക്കാർ അവിടെ വന്ന് ഇവര് 2018 ഇവരെന്നെ ഒരു അന്വേഷണം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു മയത്തിൽ സമരം അവസാനിപ്പിച്ച് വിടാനുള്ള ഒരു ശ്രമം നടത്തി 2018. അപ്പൊ ഞാൻ സമരം അവസാനിപ്പിച്ച് പോവാത്തത് കൊണ്ട് ഇവരിൽ നിന്ന് വലിയ രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ അന്ന് തൊട്ട് സമരം നിർത്തി പോവാത്തത് കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അന്ന് തൊട്ടേ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ ഇടയ്ക്കായപ്പോൾ അത് വലിയ രീതിയിലായി. കാരണം ചെങ്കച്ചൂൾ ആ ഭാഗത്തുള്ള ഒരു ക്രിമിനലിനെ വിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപദ്രവിക്കുക. രാത്രി ഇത് കൂടുതൽ ചെയ്യുന്നത് അവധി ദിവസങ്ങളിൽ പാതിരാത്രി സമയങ്ങളിലാണ് നമ്മളെ സ്ഥിരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ എന്നെ സ്ഥിരമായിട്ട് ഉപദ്രവിച്ച ആ വ്യക്തി ഇപ്പൊ വേറെ സ്ഥിരമായിട്ട് പല കേസുകളിൽ സ്ഥിരമായിട്ട് ജയിലിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയെ കൊണ്ടാണ് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. അയാൾ ഇപ്പൊ വേറെ കേസിൽ ഇപ്പൊ ജയിലിൽ കിടക്കുവാണ്. അയാളെ വിട്ട് നമ്മളെ അടിക്കുക, പോലീസുകാരുടെ മുമ്പിൽ വെച്ചാണ് അയാൾ വന്ന് നമ്മളെ അടിക്കുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചെന്തെങ്കിലും അതിനെതിരായിട്ട് നിൽക്കുന്ന സമയത്ത് പോലീസുകാർ നമ്മളെയാണ് ചോദ്യം ചെയ്യുന്നത്. നീ എന്തിനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ ഇപ്പൊ കാൽനടയായിട്ട് ഇങ്ങനെ സമരം നടത്തുന്നത്. പരമാവധി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു സംഭവത്തെ കൊണ്ടുവരിക. ഇതിപ്പം ഇപ്പൊ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ എനിക്കെന്നെ തിരിച്ചെന്റെ വീട്ടിൽ പോവാം. ഈ ഒരു വിഷയത്തില് സുപ്രീം കോടതി ഈ കാര്യം ഒന്ന് ബോധിപ്പിക്കണം. ഈ വിഷയത്തിൽ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാര്യം ചെയ്യണം. നിസ്സാരമായ 10,000-കണക്കിന് ആളുകൾ ഇടപെട്ട് വലിയ ജനശ്രദ്ധ ഉണ്ടായിട്ട് അട്ടിമറിക്കപ്പെട്ടു പോയതിന്. അപ്പൊ ഇനി വളരെ സൂക്ഷ്മതയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഇടപെട്ടാലേ പറ്റുള്ളൂ. ഇത് യാത്ര എവിടെ വരെ ഉദ്ദേശിക്കുന്നത്? ഇത് പോകുന്ന സമയത്ത് ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസും ഗവൺമെന്റും ഒക്കെ കാരണം ഇവരുടെ ഒരു വലിയ ദ്രോഹം കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ നടന്നലഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ്. പൊതുജനങ്ങളുടെ ഈ പോലീസും മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഇവരുടെ ഈ അനീതികൾ കാരണം ഇങ്ങനെ നമ്മൾ തെരുവിൽ അലഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം നടത്തുകയാണ്. അപ്പോ ഒന്ന് രണ്ട് സമൂഹത്തില് എനിക്ക് മനുഷ്യപ്പറ്റുള്ള ആളുകളെന്ന് തോന്നുന്നവരെ കാണണം. എനിക്ക് കുറെ ആളുകളെ 1-2 പേരെയൊക്കെ എനിക്ക് സമൂഹത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ തലത്തില് കുറച്ച് മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകളെ എനിക്ക് കാണണം. പിന്നെ ഇതിങ്ങനെ ഒരു ഏതുവരെ എന്ന് പറയുന്നതിൽ എനിക്ക് അതിന് മറുപടിയില്ല. പരമാവധി നമ്മളിങ്ങനെ പൊതുജനങ്ങളുടെ നടന്നുകൊണ്ട് ഇങ്ങനെ സമരം ചെയ്യുന്നു. അച്ഛനൊക്കെ ഞങ്ങളുടെ കുഞ്ഞുനാളിലെ മരണപ്പെട്ടു. ഇതിങ്ങനെയുള്ള ഈ ദ്രോഹങ്ങളൊക്കെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് തോന്നുന്നവരുടെ അടുത്തല്ലേ വീട്ടിൽ കയറിയമാര് ചെയ്യുള്ളൂ. നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാര് ഇവര് കള്ളക്കേസ് ഉണ്ടാക്കി ആളുകളെ കൊല്ലുക, വേറെ ക്രിമിനലുകളെ വിട്ട് നമ്മളെ ഉപദ്രവിക്കുക, എന്നിട്ട് നമുക്കെതിരെ കേസെടുക്കുക. നമ്മുടെ പൗരന്മാരുടെ ജീവനെ സംരക്ഷിക്കേണ്ടവര് ഇവര് ഈ ഗുണ്ടകളെ പോലെയാണ്. അവിടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരമായിട്ടൊക്കെ ഇരുന്ന നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്കാ ഗുണ്ടകളെ പോലെയാണ് ഇവരിൽ ഒരു ഭാഗം, എല്ലാവരെയും നമ്മൾ അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അപ്പൊ മറ്റുള്ളവരെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ രാഷ്ട്രീയമായ ഈ ഗുണ്ടായുസം കാരണം അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടി അവർ അങ്ങ് മൗനം പാലിക്കുന്നു, അങ്ങ് കണ്ണടയ്ക്കുന്നു. ഇങ്ങനെയുള്ള മറ്റ് അഴിമതിയും ഇങ്ങനെയുള്ള ജനദ്രോഹപരമായ കാര്യങ്ങൾ ഈ ഭരണതലത്തിൽ ഒരു വിഭാഗം ചെയ്യുമ്പോൾ മറ്റുള്ളവര് ജീവിച്ച് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകൾ അതിനെതിരെ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്നാണ് യാത്ര തുടങ്ങിയത്? ഞാനിപ്പോ തിരുവനന്തപുരം സിറ്റി മൊത്തവും കറങ്ങി. ആ സെക്രട്ടേറിയറ്റിന്റെ അവിടെ തിരുവനന്തപുരം സിറ്റി മൊത്തം കുറെ പ്രാവശ്യം, ഏതാണ്ട് 10-ൽ കൂടുതൽ പ്രാവശ്യം തിരുവനന്തപുരം അവിടെ മൊത്തവും കഴക്കൂട്ടം അവിടെ പരമാവധി കറങ്ങിയതിന് ശേഷം അവിടെ പരമാവധി പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു സംഭവം പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ പതുക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇപ്പം
കഴക്കൂട്ടത്തുനിന്ന് ഞാൻ അവിടെ കഴക്കൂട്ടത്തുനിന്ന് കാരേറ്റ് വന്നു, ഒരു ദിവസം കൊണ്ട്. കാരേറ്റെന്ന് കൊട്ടാരക്കരയിൽ വന്നു അടുത്ത ദിവസം കൊണ്ട്. ഇപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് ഇന്ന് ഇതോടെ പന്തളത്തിട്ടു. അത് 4ാമത്തെ ദിവസമാണ്. ഇന്ന് 3ാമത്തെ 4ാമത്തെ. അപ്പൊ നീതി കിട്ടുന്നിടം വരെ പോരാട്ടം. നീതി ഇന്നിപ്പോ നീതി കിട്ടുന്നത് വരെ തെരുവിൽ അലഞ്ഞുകൊണ്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാര് പിന്നെ എല്ലാം പറയുന്നുണ്ടോ? ഇതിലിപ്പോ 1-2 പേരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് ഇപ്പം സംസാരിച്ചു. കുറെ ആളുകൾ നേരിട്ട് വന്ന് സംസാരിച്ചു. എന്താണ് കാര്യം, എന്താണ് ഇവിടെ ഇങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് എന്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികളായ ഇത്രയും അവിടെ കിടക്കുന്ന നമ്മളുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇത്രയും പൊതുജനങ്ങൾ അറിയാവുന്ന നല്ലൊരു ശതമാനം കേരളത്തിലെ ആളുകൾക്കെല്ലാം നമ്മളെ അറിയാം. നമുക്ക് പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുവെങ്കിൽ ഈ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ നമുക്ക് പറയാണ്ടല്ലോ. ഇത്രയും പൊതുജനങ്ങൾ സമൂഹത്തിൽ നമുക്ക് പോലും ഇങ്ങനെയുള്ള പോലീസിന്റെ ഈ രാഷ്ട്രീയ തലത്തിലുള്ള അല്ലെങ്കിൽ പോലീസ് ഭരണതലത്തിലുള്ള ആളുകളുടെ ഈ ദ്രോഹം നമ്മൾ പോലും അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ ഇവര് വല്ല കള്ളക്കേസിലൊക്കെ പെടുത്തി ഒക്കെ ചെയ്യുന്ന മറ്റുള്ള ആളുകളുടെ ആൾക്കാരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പരമാവധി പൊതുജനങ്ങള് 4 പേര് കാണാൻ ഇങ്ങനെ സമരം എന്തെങ്കിലും ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ വിഷയത്തെ ഇടപെട്ടാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമപരമായ ഒരു മനുഷ്യന് ഒരു ചെറുപ്പക്കാരന് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണ വ്യവസ്ഥയിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരന് ജീവിക്കുവാനുള്ള അവന്റെ അവകാശത്തെ നിഷേധിക്കുകയും അതിക്രൂരമായി അവനെ കൊല്ലുകയും ചെയ്തു. അപ്പൊ അതിന് എതിരായിട്ട് നമ്മൾ കോടതിയിൽ ആ കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നീതി ഒരു പൗരന് ജീവിക്കാൻ. അപ്പം ഇതിന് അത് ചെയ്യാൻ പാടില്ലല്ലോ. അതിനുവേണ്ടി അതിന്റെ നീതിക്ക് വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ശ്രീജിത്തിന്റെ ഈ കഥന കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശ്രീജിത്തിന്റെ ഈ യാതനാപൂർണമായ ഈ യാത്ര കണ്ടു കഴിയുമ്പോൾ ചില ചോദ്യങ്ങളാണ് സമൂഹ മനസ്സാക്ഷിയിൽ ഉയർന്നു വരുന്നത്, സമൂഹ മനസ്സുകളിൽ ഉണർന്നെഴുന്നേൽക്കുന്നത്. അനുജന് നീതി ലഭിക്കാനായി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ശ്രീജിത്തിന് മുമ്പിൽ ഇനിയെങ്കിലും നീതിദേവത കണ്ണു തുറക്കുമോ? ഈ ചോദ്യത്തിന് എന്തു മറുപടിയാണ് നീതിപീഠങ്ങൾക്ക് നൽകാനുള്ളത്? അതിനായി ഇനിയും എത്ര നാൾ കാത്തിരിക്കണമെന്നതാണ് നീതിപീഠങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.